ഹായ്, വെൽക്കം ടു techytalkies. നമ്മുടെ നാട് വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് പാൻഡമിക് അതിൻ്റെ പീക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വല്ലാതെ ഭീതി ഉണ്ടാകുന്ന രൂപത്തിൽ, ഭയപ്പെടുത്തുന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് ഉള്ളവരെ, ബാധിച്ചവരെ കണ്ടെത്തുക, അതുപോലെ തന്നെ ആ കണ്ടെത്തിയവർക്ക് അടിയന്തരമായിട്ടുള്ള ചികിത്സ കൊടുക്കുക, അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം കൂടുതൽ പടർന്നു പിടിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിരോധ രീതി. ഇത് വലിയൊരു ചലഞ്ചാണ്. വലിയൊരു കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെ ഇതുണ്ട് എന്ന് തിരഞ്ഞു പിടിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇവിടെയും നമ്മുടെ സഹായത്തിനെത്തിയിരിക്കുന്നത് നമ്മുടെ മാന്ത്രികനായിട്ടുള്ള, നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള പിക്ക് തന്നെയാണ്. ഇത്തവണ ഭൂതം വന്നിരിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ്. കോവിഡ് ഡിറ്റക്റ്റിംഗ് ഹെൽമെറ്റ്. കോവിഡുകാരെ പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്ന, കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ഹെൽമെറ്റിൻ്റെ രൂപത്തിലാണ്. അതെങ്ങനെയാണ് ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കോവിഡുകാരെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് നോക്കാം വീഡിയോൻ്റെ അവസാനത്തിൽ. അതിനു മുമ്പ് നമുക്ക് പിക്കിൻ്റെ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 ഇൻസ്ട്രക്ഷൻസ് പരിചയപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ പരിചയപ്പെടുന്നു ആഡ് LW എന്ന് പറയുന്ന ഒരു ലിറ്ററലിനെ ഒരു സ്ഥിരസംഖ്യ W ലോഡ് ചെയ്യാനുള്ളതും, അതുപോലെ തന്നെ മൂവ് LW എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ഇതിൽ മൂവ് LWന് തുടർച്ചയായിട്ട് വരുന്ന കുറച്ച് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിനെയാണ് ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. എന്താ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈമാറുക. അപ്പോൾ ഡാറ്റയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ്, അതിനെ പരിചയപ്പെടുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 5 ഇൻസ്ട്രക്ഷൻസാണ് നമുക്കുള്ളത്. മൂവ് LW, മൂവ് WF, മൂവ് F, CLRW, CLRF, and one more thing is swap F, SWAP, swap F. ഇത്രയും ഇൻസ്ട്രക്ഷൻസാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കി നോക്കാം. ഓരോ ഇൻസ്ട്രക്ഷൻ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഈവൻറ്റ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിക്കിലത്തെ ഓരോ ഇൻസ്ട്രക്ഷൻസും ഒരു പർട്ടിക്കുലർ രജിസ്റ്ററുമായിട്ട് റിലേറ്റഡ് ആണ്. ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ചില രജിസ്റ്ററുകളിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ പറയുന്ന ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം വരാൻ സാധ്യതയുള്ള രജിസ്റ്ററുകൾ ഏതൊക്കെയാണ്? എവിടെയാണോ ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്നത് അവിടെ ആയിരിക്കും മാറ്റം വരുന്നത്. ദാറ്റ് ഈസ്, ഡാറ്റ സൂക്ഷിക്കുന്നത് എവിടെയാണ്? രജിസ്റ്ററുകളിലാണ്. ഏത് രജിസ്റ്ററുകളിലാണ്? 2 തരം രജിസ്റ്റർ പറഞ്ഞു. GPR, ജനറൽ പർപ്പസ് രജിസ്റ്റർ, അല്ലെങ്കിൽ RAM, ടെമ്പററി സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന RAM. അതുപോലെ തന്നെ SFR, സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന SFR. ഈ 2 രജിസ്റ്ററിലെയും ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും എന്താണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ മൂവ് LWK. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. മൂവ് LWK എന്ന് പറയുന്നത് മൂവ് ലിറ്ററൽ മീൻസ് എ കോൺസ്റ്റൻറ്റ് K ടു W രജിസ്റ്ററിലേക്ക് ഒരു കോൺസ്റ്റൻറ്റിനെ സേവ് ചെയ്യൂ, റൈറ്റ് ചെയ്യൂ, ലോഡ് ചെയ്യൂ. And after the result, contents of W register will be modified. It will be reading K. That is move LW. ഇത്ര തന്നെയുള്ളൂ. നമ്മൾ ഒരുപാട് പറഞ്ഞാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂവ്, you can see MOV, move WF and F എന്നുള്ള ഒരു ഇതും സഫിക്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂവ് WF എന്ന് പറയുന്ന ഓപ്കോഡും F എന്ന് പറയുന്ന അതിൻ്റെ ഓപ്പറൻറ്റുമാണ്. ഇവിടെ വീണ്ടും ഡാറ്റ ട്രാൻസ്ഫർ തന്നെയാണ്. മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റുക, കോപ്പി ചെയ്യുക. WF, ഫസ്റ്റ് കംസ് W ആൻഡ് ദെൻ കംസ് F. ദെൻ മീൻസ് ഡബ്ല്യുവിലെ ഏതാണോ ആദ്യം വരുന്നത് ദാറ്റ് ഈസ് അവർ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഏതാണോ രണ്ടാമത് വരുന്നത് ദാറ്റ് ഈസ് എ ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ W രജിസ്റ്ററിലെ കണ്ടൻസിനെ F രജിസ്റ്ററിലെ, F എന്ന് പറയുന്ന ലൊക്കേഷൻ ഫയലിലത്തെ ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, കോപ്പി ചെയ്യുക, റൈറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ഇൻസ്ട്രക്ഷൻ. സംഭവിക്കുന്നത് എന്തേ ഉള്ളൂ? W-ത്തെ കണ്ടൻറ്റ് F-ൽ ലോഡ് ചെയ്യപ്പെടും. ആൻഡ് ആഫ്റ്റർ ദിസ് കണ്ടൻസ് ഓഫ് ദ F വിൽ ബി റെഡ് ആസ് ദ കണ്ടൻസ് ഓഫ് W-ൻ്റെ കണ്ടൻസ് ആയിരിക്കും പിന്നീട് F-ലുള്ളായിരിക്കുന്നത്. ഇതാണ് മൂവ് WF എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ഫ്ലാഗുകളുണ്ട്. ഇതിൽ ഏത് ഫ്ലാഗ് ആയിരിക്കും അഫക്റ്റ് ചെയ്യപ്പെടുന്നത്? ഒരൊറ്റ ഫ്ലാഗേ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ, Z ഫ്ലാഗ്.
ദറ്റ് ഈസ് കണ്ടൻറ്റ് 0 ആവുകയാണെങ്കിൽ, എഫിലത്തെ കണ്ടൻറ്റ് 0 ആവുകയാണെങ്കിൽ ഫ്ലാഗ് Z വിൽ ബി ആക്ടിവേറ്റഡ്. ദറ്റ് ഈസ് ഓൺലി ഫ്ലാഗ് ടു ബി modified by means of this particular instruction. നമുക്ക് മൂവ് WF എന്ന് പറഞ്ഞ ഈ ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. മൂവ് WF പോർട്ട് B അല്ലെങ്കിൽ പോർട്ട് A എന്ന് പറയുകയാണെങ്കിൽ മൂവ് WF പോർട്ട് A. What does it interprets? Move WF, W ൽ നിന്ന് F ലേക്ക്, and which is the file here? F, പോർട്ട് A. പോർട്ട് എ എന്ന് പറയുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ, അതിലേക്ക് ഡബ്ല്യൂത്തെ കണ്ടൻസിനെ കോപ്പി ചെയ്യൂ. ദാറ്റ് ഈസ് എ മീനിങ്. അത് എപ്പോഴാണ് വേണ്ടി വരിക? പോർട്ടുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡാറ്റ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ട്. ചില സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് കിടക്കുന്ന ഡബ്ല്യൂയിലാണ് കിടക്കുക. അതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പോർട്ടിലേക്ക് എത്തിക്കണം, പോർട്ടിൽ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? മൂവ് WF പോർട്ട് എ. ഇനി ഇത് വേണ്ട, നമുക്ക് ടെമ്പററി ആയിട്ട് വേറൊരു റാമിൽ തന്നെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി വെച്ചാൽ മതി വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മൂവ് 34H എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യണം. ദെൻ ഹൗ വിൽ യു ഗിവ് ദ ഇൻസ്ട്രക്ഷൻ? മൂവ് WF 34H. ഡബ്ല്യൂത്തെ കണ്ടൻസിനെ 34H എന്ന് പറയുന്ന ഫയൽ രജിസ്റ്ററിലെ ലൊക്കേഷനിൽ കൊണ്ടുപോയി സേവ് ചെയ്യൂ. ദാറ്റ് ഇസ് ഇറ്റ്, വെരി സിമ്പിൾ. ആൻഡ് നെക്സ്റ്റ് കംസ് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, മൂവ് F. ഇവിടെ നമുക്ക് വളരെ സിമ്പിളാണ്. എന്തേ ഉള്ളൂ? F എന്ന് പറയുന്ന ഫയൽ, F എന്ന് പറയുന്ന രജിസ്റ്റർ, അതിലെ കണ്ടൻസിനെ കോപ്പി ചെയ്യൂ. എവിടേക്ക് കോപ്പി ചെയ്യണം? 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം മൂവ് F എന്ന് കഴിഞ്ഞിട്ട് D എന്ന് കാണാം. What does D stands for? ഡെസ്റ്റിനേഷൻ ബിറ്റാണ്. 2 ഓപ്ഷൻ ഉണ്ട്, 0 അല്ലെങ്കിൽ 1. ഇഫ് D is 0, Fലത്തെ കണ്ടൻസ് നേരെ W രജിസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും, കോപ്പി ചെയ്യപ്പെടും. ആൻഡ് ഇഫ് D is equal to 1, കണ്ടൻസ് ഓഫ് F will be copied to F itself. ഫയലിലേക്ക് തന്നെ കോപ്പി ചെയ്യപ്പെടുന്നു. So these are all the 2 options for the contents to be copied. മൂവ് ഓഫിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. മൂവ് F പോർട്ട് B. മൂവ് F പോർട്ട് B. What does it mean? പോർട്ട് B രജിസ്റ്ററിലെ കണ്ടൻസിനെ മൂവ് ചെയ്യണം. എവിടേക്ക് മൂവ് ചെയ്യണം? That depends on ഡെസ്റ്റിനേഷൻ ബിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ D 0 ആണെങ്കിൽ W രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. ആൻഡ് ഇഫ് D is equal to 1, Fലേക്ക് മൂവ് ചെയ്യണം. ഇനി ഇതിൻ്റെ മൂവ് എഫിൻ്റെ കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ഫോമാറ്റാണ് മൂവ് FF, ഫയൽ ടു ഫയൽ ട്രാൻസ്ഫർ. ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു രജിസ്റ്ററിൽ നിന്ന് ഡാറ്റയെ മറ്റൊരു രജിസ്റ്ററിലേക്ക് മാറ്റുന്നു. ആസ് എ എക്സാമ്പിൾ കാണിക്കുന്ന പോലെ മൂവ് FF പോർട്ട് A പോർട്ട് B. വാട്ട് ഡസ് ഇറ്റ് മീൻ? പോർട്ട് എയിലത്തെ കണ്ടൻസിനെ കോപ്പി ചെയ്തിട്ട് പോർട്ട് ബിയിലേക്ക് മാറ്റും. പോർട്ട് എയിൽ നിന്ന് പോർട്ട് ബിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ ഫയലുകൾക്കിടയ്ക്ക്, രജിസ്റ്ററുകൾക്കിടയ്ക്കുള്ള ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൂവ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ? സിമ്പിളായിട്ട് ഡാറ്റയെ മാറ്റി കൊടുക്കാത്ത മാത്രമല്ല, ഇവിടെയും അഫക്റ്റ് ചെയ്യപ്പെടാവുന്ന, ഞാൻ പറഞ്ഞു ALUവിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും പുറത്തേക്ക് അതിൻ്റെ സൂചനകൾ കൊടുക്കുന്നത് ഫ്ലാഗുകളിൽ കൂടെയാണ്, സ്റ്റാറ്റസ് ഫ്ലാഗുകളിൽ കൂടെയാണ്. മൂവ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അഫക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരേ ഒരു ഫ്ലാഗ് ഏതാണ്? Z ഫ്ലാഗാണ്. ദാറ്റ് ഈസ് ഇങ്ങനെ കണ്ടന്റ് കൊണ്ടുപോകുമ്പോൾ ആ ഫയലിലത്തെ കണ്ടന്റ് മുഴുവൻ 0 ആയി മാറുകയാണെങ്കിൽ, ഇഫ് യു ആർ ലോഡിംഗ് 0, ദ സെറ്റ് ഫ്ലാഗ് വിൽ ബി ആക്ടിവേറ്റഡ്. No other changes. And now comes CLRW. As the name, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സൂചന തന്നെ ഉണ്ട്. എന്താണ്? CLR stands for clear W register clear ചെയ്യൂ. In other words, load or copy or write 0, constant 0 to W register. W രജിസ്റ്ററിലേക്ക് 0 റൈറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് W രജിസ്റ്ററിൻ്റെ കണ്ടന്റ് ഇപ്പോൾ എന്തായി മാറി? 0 ആയി മാറുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ അഫക്റ്റ് ചെയ്യുന്ന ഫ്ലാഗ് ഏതായിരിക്കും? Z ഫ്ലാഗ് തന്നെയായിരിക്കും. മറ്റൊരു ഫ്ലാഗിനും വരുന്നില്ല ഇവിടെ. ഇനി അടുത്ത് വരുന്നത് ഇതേപോലെ തന്നെ. ഇപ്പോൾ W രജിസ്റ്ററിനെ ക്ലിയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് CLRW ഉപയോഗിക്കാം. നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് ഒരു ഫയൽ ലൊക്കേഷനാണ്. ഒരു രജിസ്റ്ററിലത്തെ ഒരു ഫയലിനെ നമുക്ക് ക്ലിയർ ചെയ്ത് കളയണം, അതിലത്തെ ഡാറ്റ കളയണം, കംപ്ലീറ്റ് 0 ആക്കി റീസെറ്റ് ചെയ്ത് വിടണം. ദെൻ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് ക്ലിയർ F, CLRF, F. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? F ഈസ് ഓപ്പറൻറ്റ്. ഏത് ലൊക്കേഷനെയാണോ, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് 23H എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ 0 ആക്കണം, റീസെറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം. ദെൻ വിൽ റൈറ്റ് ഇറ്റ് ആസ് CLRF 23H. അപ്പോൾ എന്ത് ചെയ്യുന്നു? 23H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡാറ്റ മുഴുവൻ പോകുന്നു, പകരം 0 ലോഡ് ചെയ്യപ്പെടുന്നു. And along with that, the set flag will get activated. Clear? And now comes another instruction, swap F, SWAP, swap. What do you mean by swap?
സ്വാപ്പ് മീൻസ് ഇൻ്റർചേഞ്ച്, എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടും, ഇവിടെ ഉണ്ടായിരുന്നതിനെ ഇങ്ങോട്ടും മാറ്റുന്നു. ആൻഡ് ദറ്റ് ഈസ് കണക്റ്റഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് നിബിൾസ്. What do you mean by nibble? What is a nibble? Nibble is a set of 4 bits, 4 binary bits. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബൈറ്റ് എന്ന് പറയുന്ന 8 ബിറ്റുകളാണ്. അതിൽ ആദ്യം വരുന്ന 4 ലോവർ നിബിൾ എന്നും അടുത്ത് വരുന്നതിന് അപ്പർ നിബിൾ എന്നും പറയുന്നു. സ്വാപ്പ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാപ്പ് എഫ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്വാപ്പ് എഫ് എഫ് ഡി. അതിൽ എഫ് എന്ന് പറയുന്ന അഡ്രസ് ബിറ്റും ഡി എന്ന് പറയുന്നത് അഡ്രസ് ലൊക്കേഷനും ഡി എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനുമാണ്. അപ്പോൾ ഉദാഹരണത്തിന് സ്വാപ്പ് എഫ് 15H എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 15H എന്ന് പറയുന്ന ഫയൽ രജിസ്റ്ററിലെ നിബിൾസിനെ ഷിഫ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യൂ. സ്വാപ്പ് ചെയ്തു, ലോവർ നിബിളിനെ അപ്പർ നിബിളിനെ ലോവർ നിബിളും ആക്കി നമ്മൾ മാറ്റി. ഇനി ഇങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് എവിടെ വെക്കണം? ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡി. ഡി 0 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റിനെ W രജിസ്റ്ററിൽ കൊണ്ടുപോയി വെക്കുന്നു. ആൻഡ് ഇഫ് ഡി ഈസ് ഈക്വൽ ടു 1, ദി ഫൈനൽ പ്രോഡക്റ്റ് വിൽ ബി ഷിഫ്റ്റഡ് ടു ദ ലൊക്കേഷൻ ഫയൽ. എഫ് എന്ന് പറയുന്ന ഫയലിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോയി ലോഡ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം, റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. ലൈക്ക്വൈസ് ദ എക്സ്ചേഞ്ച് ഓഫ് നിബിൾസ്, ദ ഇന്റർപൊസിഷണൽ ചേഞ്ച് ഓഫ് നിബിൾസ് ഈസ് അച്ചീവ് ത്രൂ സ്വാപ്പ് എഫ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് സ്വാപ്പ് എഫ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പിക്കുമായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. Isn't it clear? Now we shall come to our first question, that is നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. കോവിഡ് ഹെൽമെറ്റ്. കോവിഡ് ഹെൽമെറ്റ് ആക്ച്വലി ഉപയോഗിക്കുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് എ കൺവീനിയൻറ്റ് ഫോർമാറ്റ് ഓർ എ കൺവീനിയൻറ്റ് ഷേപ്പ് ഓഫ് തെർമൽ സ്കാനർ അലോങ് വിത്ത് ആൻ ഇമേജ് സ്കാനർ. ഒരു തെർമൽ സ്കാനറും ഒരു ഇമേജ് സ്കാനറും, ദാറ്റ് ഈസ് ഒരു തെർമൽ ക്യാമറയും ഒരു സാധാരണ ഫോട്ടോ ക്യാമറയും, ഇത് രണ്ടും കൂടെ ഒരു ഹെൽമെറ്റിൽ നമ്മൾ പൊസിഷൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാസീവ് diagnosis or massive detection of COVID പോസിറ്റീവ് കേസസ്. ഒരു ഏരിയയിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡൊക്കെ ഉണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെപ്ത് എത്രയുണ്ട്? പേഷ്യൻസിനെ തിരഞ്ഞുപിടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പ്രൈമറി സ്ക്രീനിങ്ങിന് എത്രത്തോളം വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇത് പോയിട്ടുണ്ട്, എഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വളരെ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ, ദാറ്റ് ഈസ് ട്രെയിൻഡ് മെഡിക്കൽ പ്രൊഫഷണൽ, ഒരു ആരോഗ്യ പ്രവർത്തകൻ നടക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു. ഇന്ന് ഇയാളെ കടന്നു പോകുന്ന ഓരോ ആൾക്ക് 2 ക്യാമറകളുണ്ട്. കടന്നു പോകുന്ന ഓരോ ആളുടെയും ഒരു ഇമേജ് ഫോട്ടോ ക്യാമറ എടുക്കും. അതിനൊപ്പം തന്നെ അതേ വ്യക്തിയുടെ ഒരു ക്ലോസ് വിസിനിറ്റിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ ഒരു തെർമൽ ഇമേജും ഫോം ചെയ്യപ്പെടുന്നു. ആൻഡ് ബോത്ത് ദീസ് വിൽ ഗെറ്റ് സിങ്ക്രണൈസ്ഡ്. ഇതിനെ രണ്ടിനും സിങ്ക് ചെയ്തിട്ട് ഈ കടന്നുപോയ വ്യക്തിക്ക് നോർമൽ ടെമ്പറേച്ചർ ആണോ അതോ ഹയർ ടെമ്പറേച്ചർ ആണോ, അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ തെർമൽ സ്കാനറിലത്തെ പോലെ തന്നെ ടെമ്പറേച്ചറിനെ സ്കാൻ ചെയ്യുന്നു, കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയുന്ന റെഫറൻസ് ലിമിറ്റിൻ്റെ മേലെയാണോ താഴെയാണോ എന്ന്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മുടെ ഭൂതം തന്നെയാണ്. ഓൾ ദിസ് ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ദി PIC മൈക്രോ കൺട്രോളറിൽ തന്നെയാണ് നടക്കുന്നത്. ഓൺലി മോഡിഫിക്കേഷൻസ് ആർ ദ പ്രസൻസ് ഓഫ് ദീസ് 2 cameras, that is thermal camera and a image camera. By means of these 2 images, the photo of the person and his thermal image are compared. പേഴ്സൻ്റെ സാധാരണ വ്യക്തിയുടെ സാധാരണ ഫോട്ടോയും അല്ല തെർമൽ ഇമേജും കമ്പയർ ചെയ്യുന്നു. ആൻഡ് ഇഫ് ഹിസ് തെർമൽ ഇമേജ് ഓർ ഇഫ് ഹിസ് ടെമ്പറേച്ചർ ഈസ് എബവ് ദ റെഫറൻസ് ലെവൽ, he is considered to be a COVID affected person or a COVID positive case. And again I would like to remind you, this is only a preliminary screening. നമുക്ക് എത്രത്തോളം അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നൊരു പ്രാഥമികമായിട്ടുള്ള അറിവ് കിട്ടുന്നതിന് വേണ്ടി മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എനിവേ ദാറ്റ് വിൽ ബി a useful data in many cases to take more compatible, more effective control measures. ഇതിനൊക്കെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കോവിഡ് ഹെൽമെറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ ലിസണിങ് മീ. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ